നേരിട്ടുള്ള ഒരു സംവാദത്തിനിടയിൽ ചില കുട്ടികൾ എൻ്റെ നേർക്കുന്നയിച്ച ചില ചോദ്യങ്ങളോട് ഞാൻ ഈ സംഭാഷണം ആരംഭിക്കട്ടെ. ഈയിടയ്ക്കായിരുന്നു ആ സംഭവം. ന്യൂഡൽഹിയിലെ സംസ്കൃത കോളേജിലെ വിക്രാന്ത് നഹൽ ആര്യയും സെൻറ് തോമസ് സ്കൂളിലെ രൂപാഞ്ജലി ലാഹരിയുമായിരുന്നു എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചത്. എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച വളരെ ലളിതമായ ചോദ്യമാണ് അവർ ഉന്നയിച്ചത്. ഇതായിരുന്നു ആ ചോദ്യം: താങ്കളുടെ ജന്മദിനം ഈയിടെ കഴിഞ്ഞു. ആ ദിവസം താങ്കളുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ ജന്മദിനം എനിക്ക് എപ്രകാരമാണ് എന്ന് അവർ അറിയാൻ ആഗ്രഹിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ജന്മദിനത്തിൻ്റെ അർത്ഥം ഞാൻ സൂര്യന് ചുറ്റും 71 പ്രദക്ഷിണം പൂർത്തിയാക്കി 72ാമത്തെ വലം വയ്ക്കലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ്. നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ചലനശാസ്ത്രത്താൽ ഞാൻ അത്ഭുതപ്പെടുകയും സദാ പ്രചോദനാകുകയും ചെയ്യുന്നു. നമ്മുടെ നക്ഷത്രമായ സൂര്യൻ, ചുറ്റുമുള്ള ഗ്രഹങ്ങൾ, എല്ലാ തേജോഗോളങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. ഭൂമി അച്ചുതണ്ടിന്മേലുള്ള ഭ്രമണം നിർത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഭൂമിയില്ല, രാത്രിയില്ല, പകലില്ല. സൂര്യൻ ചുറ്റിത്തിരിയാതിരുന്നാൽ സൂര്യൻ അവിടെ ഉണ്ടാവില്ല. അതേക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. സൂര്യൻ ക്ഷീരപഥത്തെയും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തെ ഒരു തവണ പ്രദക്ഷിണം വയ്ക്കാൻ സൂര്യന് 250 ദശലക്ഷം വർഷം ആവശ്യമുണ്ട്. ഇനി അതിന് എൻ്റെ 72ാം പരിക്രമണവുമായി താരതമ്യം ചെയ്യൂ. എന്താണത് അർത്ഥമാക്കുന്നത്? ഒരു പൗരൻ, ഒറ്റയൊരാൾ 71 പരിക്രമണങ്ങൾ മുഴുമിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ചലനശാസ്ത്രവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് അപ്രസക്തമായ സംഭവമാണ്.